എന്താടാ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. അക്കൗണ്ടിലേക്ക് മാറ്റി 69 ലക്ഷം തട്ടിയെടുത്തു ജീവനക്കാർ എന്നതാണ് കൃഷ്ണകുമാറിന്റെ പരാതി. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? സത്യത്തിൽ ഇത് ഉള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി. അതേന്ന് ഇന്ന് രാവിലെ DCC എന്ന് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത്. എന്റെ മകളും ആശുപത്രി വീടുമായിട്ട് കഴിയുമ്പോൾ ഈ സ്റ്റാഫ് അവിടെ നേരത്തെ ഉണ്ട്. ഇവൾക്കാണ് വലിയ വിശ്വാസമുള്ള സ്റ്റാഫ്. ഇവൾ അനിയത്തിമാരെ പോലെ കരുതുന്നവർ. ഇതാ എന്നിട്ട് എത്ര വെറൈറ്റീസ് ഉള്ള കള്ളന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. കൂടെ നിൽക്കുന്നവരെ പോലും നമ്പാൻ പറ്റില്ല. വളരെ കറക്റ്റ്. കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഈ സ്ഥാപനം നന്നായിട്ട് പൊക്കൊണ്ടിരിക്കുന്നു. ഇവൾ ഗർഭിണിയതിനു ശേഷമുള്ള ഇപ്പത്തെ ഈ 5-6 മാസത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തട്ടിപ്പ് ഇവിടത്തെ കുട്ടിക്ക് കൊക്കോ കോള ഉണ്ടാക്കാൻ യവൻ പോയപ്പോ പിള്ളിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. ആകെ ഒരു ദുരന്ത കഥയാണ്. അറിയേണ്ടതാണ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നവരും നടത്തുന്നവരും. അതായത് QR കോഡ് ഇന്ന് വളരെ എളുപ്പമാണല്ലോ. ഇന്ന് എല്ലാവരും അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് QR കോഡ് വെച്ച് അപ്പൊ തെളിവായല്ലോ. വെറുതെ ഒരൊറ്റ തേങ്ങ കാണാത്തത്. അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. തട്ടിപ്പ് നമ്പർ 2. ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമർ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു 1000 രൂപ എന്നിരിക്കട്ടെ, 1000 രൂപ QR കോഡ് ഞങ്ങൾ ഓഫീസിന്റെ വർക്ക് ചെയ്യുന്നില്ല. തട്ടിപ്പ് നമ്പർ 3. നീ ഈ പാവത്തിന് 1.25 ലക്ഷം രൂപ പറ്റിച്ചല്ലേ? പല ദിവസങ്ങളും മറ്റേ QR കോഡ് മാറ്റി വെച്ചിട്ട് ഇവരിത് QR കോഡ് ഒന്ന് കാണിക്കുന്നു. അപ്പൊ പലരും ചോദിച്ചു, ഇതിൽ വേറെ പേരാണല്ലോ വരുന്നത്. അതെ, പുള്ളിക്കാരിക്ക് സുഖമില്ലാത്തതിന്റെ അക്കൗണ്ടിന്റെ നമ്പറാണ്. എങ്ങനെ വിശ്വസിക്കും? നീ എന്തൊക്കെ പറഞ്ഞാലും ഈ പണം തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. നീ വേണേ പൊയ്ക്കോ, എനിക്ക് ജീവിക്കാൻ ഈ പണം വേണം. ഇതിനകത്ത് ഒരു കുട്ടി ഇതിനകത്ത് എന്തോ O/OC എന്ന് വരെ ഒരു QR കോഡ് ഉണ്ടാക്കി എന്ന് പറയുന്നു. അതുവരെ പറയുന്നു എന്തോ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. ഈ പെട്ടിക്കകത്തിരുന്ന കാശുണ്ടല്ലോ, എല്ലാം കൂടെ ഞാൻ എടുത്തങ്ങ് പുഴുകി തിന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യും. നമ്മൾ ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 34 ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കുന്നു. മൊത്തം പരിശോധിച്ചപ്പോൾ 69 ലക്ഷം രൂപയാണ് കണക്ക് വഴി മാത്രം പോയിരിക്കുന്നത്. ഇതുപോലെ ഇതിനു മുൻപ് മോഷ്ടിച്ച പണം വെച്ച് വലുതാവുന്ന സ്വപ്നം കണ്ടവരാ നമ്മള്. ആകാശ കോട്ട കെട്ടിയവരാ നമ്മള്. നമുക്ക് തന്നെ ചിന്തിക്കപ്പോ ഒരു വർഷമായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞു ഈ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇതിനെ ഒന്നും നമ്പാൻ പറ്റൂല. കാശ് തട്ടാൻ വേണ്ടി തന്നെ നമ്മളെ തേടി വന്ന പോലുണ്ട്. ക്രിമിനലാണ് നീയൊക്കെ, ക്രിമിനൽ എന്നാ പറഞ്ഞത്. ഞങ്ങളടുത്തും അങ്ങനെയാണ് പറഞ്ഞത്. നീ പിടിച്ച് പോലീസിലേപ്പിക്കാന്ന് വിചാരിച്ചാ, പക്ഷെ അതിനു മുമ്പ് രണ്ടിനെ ഒന്ന് കണ്ടേക്കാൻ തോന്നി. ഈ ഡ്രസ്സൊക്കെ ഇടാനും ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുഭവം? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഐഫോൺ ഉപയോഗിക്കാനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. 3 പേര്. അയ്യോ, നിനക്ക് എത്ര കിട്ടിയെന്നല്ല, മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഈ ഒറ്റോരത്തർ എന്നെ കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. ആ പണം കൊണ്ട് നീ നന്നാവില്ല. വിഷം മാത്രമേ നിനക്ക് അതുകൊണ്ട് വാങ്ങാൻ കഴിയൂ. ചത്താലും നീ പുഴുത്താശാവും, ഓർമ്മിച്ചോ? നിനക്ക് എത്ര കിട്ടിയെന്നല്ല ചോദിക്കുന്നത്, മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു. സാർ, പോലീസിനെ അറിയിക്കരുത്. പത്രത്തിൽ വന്നൊന്നും സത്യമല്ല, ശരിക്കും നടന്നതെന്ന് ഞാൻ പറയാം. നിങ്ങളെയൊക്കെ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് ഒന്നും ഓർമ്മയോട് കൂടിയല്ല, ഒക്കെ എന്റെ രോഗത്തിന്റെ ഭാഗമായിട്ട് കണ്ട് പൊറുക്കണം. അല്ല, കാരണം നിങ്ങൾ ഇവര് പോലീസിനെ വിളിക്കണ്ടെന്ന് പറയുന്നതുകൊണ്ട് ഇങ്ങനെ ഊമയെ പോലെ മിണ്ടാതിരുന്ന ശപിക്കാണ്ടോ ഞാൻ തന്നെ. ആ പണം കൊണ്ട് നീ എന്ത് വാങ്ങി കഴിച്ചാലും നിന്റെ ആർത്തി തീരില്ല. വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറില്ല.